വേഗത്തിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ ജീവന്റെ സാക്ഷി ഞാൻ കേട്ടു. എന്റെ മാതാവ്, എനിക്ക് 6 മാസം പ്രായമുള്ളത് സമയത്ത് എന്റെ മാതാവ് ക്യാൻസർ രോഗിയായി. ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴാണ് അറിഞ്ഞത്. പുതിയ പ്രവർത്തനമാണ്. പട്ടാഴി 12ാമത് സ്ഥലത്താണ് എൻ്റെ പിതാവ് എപ്പിച്ചയുടെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് 6 മാസം മാത്രം പ്രായം, എൻ്റെ ചേച്ചിക്ക് 1.25 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്ത് വളരെ പ്രതിസന്ധികളും ഭാരങ്ങളും ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാൻ ചുരുക്കത്തിൽ പറയാം, പെട്ടെന്ന് എൻ്റെ പിതാവ് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായാലും അതിനുശേഷം അവിടുന്ന് വിശ്വാസത്തിലേക്ക് പെട്ടെന്ന് കുടുംബങ്ങളെല്ലാം ചെയ്യുവാനിടയായി. പക്ഷെ ആ ഒരു സമയങ്ങളിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനൊരു പ്രതികൂല വീട്ടിൽ കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആരുടെ മുഖത്ത് എന്ത് നോക്കും? പുതിയ പ്രവർത്തനമാണ്. ആത്മാക്കൾ കടന്നു വന്നു, ചർച്ചുകൾ ബിൽഡ് ചെയ്തു, പുതിയ ചർച്ച് പണിതു, പാർശ്വേജ് പണിതു. ഈ സമയത്ത് പ്രതിസന്ധികൾ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നീ രക്ഷയില്ല, എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണുന്നവരെ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എൻ്റെ മാതാവിന്റെ സൗണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇനി സംസാരിക്കുകയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ പിതാവ് ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ഉപവാസം പ്രഖ്യാപിച്ചു. അങ്ങനെ സഭകളിലെല്ലാം കയറി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാം ദിവസം എൻ്റെ മാതാവ് പരസഹായമില്ലാതെ വന്ന് ഇരിക്കുവാനും ഒന്നും കഴിയില്ല, ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല, സൗണ്ട് ബിൽക്കുൽ നഷ്ടമായിരിക്കുകയാണ്. ആ സമയത്ത് പ്രാർത്ഥന ശക്തിപ്പെട്ടു. 2ാം ദിവസം ഞാൻ ഈ ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നതിന് ഒരു കാര്യമുണ്ട്. ആരാധന വിടുതലുണ്ട്, ആരാധന സൗഖ്യമുണ്ട്, പറയാൻ കാരണമുണ്ട്. ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. പല കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാതാവിന്റെ സാക്ഷ്യം കൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അന്ന് ആ ആരാധന 2ാമത്തെ ദിവസം നല്ല ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ശക്തമായി ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മാതാവിനോട് ദൈവത്തിന്റെ ഒരു വാക്തത്വം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടായിരുന്നു. അന്ന് ആ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനവും അറിയുന്നില്ല എന്റെ മാതാവ് ഏതെങ്കിലും ബാക്കിൽ വന്നിരിക്കുന്നത് കാര്യം. ആ ആരാധനയിൽ എന്റെ മാതാവ് ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കാനിടയായി. എന്റെ ദൈവം അന്ന് ശബ്ദമെടുത്ത ഇന്ന് ഞങ്ങൾ പറയും, മാതാവേ പതുക്കെ പറ, ഇന്ന് എനിക്ക് 39 വയസ്സുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥന റൂമിൽ